നമ്മളിവിടെ നാട്ടില് ഈസ്റ്ററിന്റെ ആഘോഷങ്ങളെ പറ്റിയൊക്കെ വാതുരാതെ സംസാരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഗൾഫിലും ഈ ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല കേട്ടോ. പല നാടുകളിൽ നിന്നും എത്തിയവർ ഒത്തുചേർന്ന് ഉയർപ്പിന്റെ ഉത്സവം ആഘോഷിച്ചു. പാതിരാ കുർബാനയിലും ഈസ്റ്റർ പ്രാർത്ഥനകളിലും പതിനായിരങ്ങൾ പങ്കാളികളായി. വീടും ഇടവകയും വിട്ടുനിൽക്കുന്നവർ സ്നേഹത്തിന്റെ ഈസ്റ്റർ സമ്മാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. ആ കഥ കൂടി കാണാം. മഹാത്യാഗത്തിന് ശേഷമെത്തിയ ഉയർപ്പുത്സവം ആരാധനാലയങ്ങളിൽ ഒത്തുകൂടി പ്രാർത്ഥനാപൂർവം ആഘോഷിച്ച് പ്രവാസികൾ. ദുബായ്, ഷാർജ, അബുദാബി, അലൈൻ, ഫുജൈറ തുടങ്ങി UAE പ്രധാന നഗരങ്ങളിലെല്ലാം ഈസ്റ്റർ ആഘോഷം അതിഗംഭീരമായി. ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഇടവക വികാരി ഫാദർ അജു എബ്രഹാമിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. സഹവികാരി ഫാദർ ജാക്സൺ എം ജോൺ, ഫാദർ എബി കുര്യൻ, ഫാദർ ഉമ്മൻ മാത്യു, ഫാദർ റോജൻ പി വർഗീസ് എന്നിവർ സഹകാർമ്മികരായി. ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കം നിരവധി പേർ പാതിരാ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. വളരെ വൃത്തിയായി ക്രമമായിട്ടുമൊക്കെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ്. ഈ രാജ്യത്ത് മറ്റ് മതങ്ങൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ ഇതൊക്കെ അത് അനുഷ്ഠിക്കുന്നതിനും അത് സംരക്ഷിക്കുന്നതിനും ലഭിക്കുന്ന സ്വാതന്ത്ര്യം അത് വളരെ വലുതാണ്. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ മലങ്കര ഓർത്തഡോക്സ് സഭ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യൂഹന്നാൻ മോർ ക്രിസോസ്റ്റമോസ് തിരുമേനി മുഖ്യ കാർമ്മികനായിരുന്നു. അബുദാബി മുസഫ സെന്റ് പോൾസ് കത്തോലിക്ക പള്ളിയിലെ മലയാളം കൂട്ടായ്മയുടെ പ്രാർത്ഥനകൾക്ക് ഫാദർ ടോം ജോസഫ് നേതൃത്വം നൽകി. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ എല്ലാ റിലേറ്റീവ്സിനെയും എല്ലാവരെയും കണ്ട് ഒത്തുകൂടി സന്തോഷത്തോടെ നല്ലൊരു അനുഭവമാണ്. സന്തോഷം. അതെ അതെ, നാട്ടിൽ പോകാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഇവിടെ പള്ളിയുണ്ട്, ഇവിടെ വരാൻ സാധിക്കുന്നു, ശുശ്രൂഷകൾ പങ്കെടുക്കാൻ സാധിക്കുന്നു. അതൊരു അനുഗ്രഹമായിട്ടാണ് കരുതുന്നത്. സന്തോഷമായിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. എല്ലാ കഴിഞ്ഞ നേരത്തെ പോകാൻ വിചാരിച്ചു. എല്ലാവർക്കും ഒരു ഇതുണ്ടാവട്ടെ, നല്ല അനുഭവം ഉണ്ടാവട്ടെ. ഈസ്റ്റർ ആഘോഷങ്ങൾ മുന്നിൽ കണ്ട് വിപുലമായ ഒരുക്കങ്ങൾ ദുബായ് അടക്കമുള്ള നഗരങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. കൂടുതൽ പള്ളികളുള്ള ജബൽ അലിയിലേക്ക് ഇന്നു രാത്രി വരെ സൗജന്യ ബസ് സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏത് മഹാത്യാഗത്തിനും അപ്പുറം മനുഷ്യന് സന്തോഷം നൽകുന്ന പുതിയ ദിവസം, പുതിയ പ്രഭാതമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ആഘോഷം, ഉയിർപ്പിന്റെ ഉത്സവം. ദുബായിലെ ഊദുമേത്തയിലെ സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ചിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.